Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്, ഉച്ചക്കത്തെ ഒരു വ്ളോഗാണ്. ഒരു 11 മണി 12 മണി ആ സമയത്തുള്ളൊരു വ്ളോഗാണ്. സമയം കൃത്യമായിട്ട് ഓർമ്മയില്ല. ഒരു 11 മണി 12 മണിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് വെമ്പടി വരെ പോകണം, സാധനം വാങ്ങണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. വൈകിട്ടായ പിന്നെ നല്ല മഴയായിരിക്കും, അതുകൊണ്ട് മഴ കുറഞ്ഞ സമയത്ത് നോക്കി ഇറങ്ങിയതാണ്. ഇപ്പോഴും മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സമയത്ത് ഇറങ്ങിയാൽ പിന്നെയും നമുക്ക് സാധനമൊക്കെ വാങ്ങിയിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ മഴ സമയത്ത് മഴ വൈകിട്ടാകുമ്പോൾ മഴ സമയമായാലും ഏത് സമയത്തും വൈകിട്ട് മഴയായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് ഒരിക്കലും ഇപ്പോൾ ഈ ഒരു ടൈമിന് ഇറങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ഈ സമയത്ത് ഇറങ്ങി. നല്ല കണ്ടോ, കുറച്ച് മഴക്കാരൊക്കെ ഉണ്ട്, പക്ഷെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. പിന്നെ അതാ നമ്മൾ പോകുന്ന ഇടയിലുള്ള കുറച്ച് ഇതാണ് കണ്ടോ, നല്ലോണം വെള്ളം നിറഞ്ഞിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളിപ്പോൾ മരിച്ചിട്ടും ഉണ്ടായിരുന്നു. വെള്ളം നിറഞ്ഞിട്ട് വെള്ളത്തിൽ എന്താ പറയുക, കിണറിൽ വെള്ളം നിറഞ്ഞിട്ട് കിണറാന്ന് മനസ്സിലായിട്ടില്ല, അവരപ്പോൾ അതിൽ വീണു, അങ്ങനെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഴ സമയത്ത് നമ്മൾ കൂടുതൽ തോട്ടിലും പുഴയിലൊന്നും പോകാൻ നിൽക്കണ്ട, കാരണം വെച്ചാൽ അത് നമ്മളെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വെമ്പടിയിലെ അവസ്ഥ ഇത് റോഡ് കണ്ടോ, ഫുള്ള് കോളം പോലെ ആയിട്ട് ഇരിക്കുന്ന ഫുള്ള്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് നീന്തി കുളിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഫുള്ള് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കോഴിപ്പീടികയിൽ ആദ്യം പോയത് ഇറച്ചി വാങ്ങണമായിരുന്നു, കോഴിയിറച്ചി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയി. അവിടെ അവർ ആളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇറച്ചി തരാനായിട്ട്. കുറേ സമയം എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മളവിടെ ഇരുന്നു, എന്നെ ബോറടിക്കുന്നൊന്നുമില്ല, പിന്നെ വെറുതെ ഇരുന്നു. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ ആയിട്ട് ഈ ചിക്കൻ സ്റ്റാൾ എന്ന് പറഞ്ഞാൽ വെമ്പടിയുള്ള സ്റ്റാളിലാണ്. പിന്നെ നമ്മൾ അവിടുന്ന് കോഴിയൊക്കെ വാങ്ങി, പിന്നെ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങി, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. കടല തിന്നുകൊണ്ട് ഇങ്ങനെ വരിക. പിന്നെ ഇത് നമ്മൾ വരുമ്പോൾ വന്നത് വേറെ വഴിയിലൂടെയാണ്. നമ്മൾ നോർമൽ 2 വഴിയുണ്ട്. നമ്മൾ അപ്പുറത്തെ കോളാരിലൂടെയാണ് വരുമ്പോൾ വന്നത്. ഇപ്പോൾ പോകുമ്പോൾ വെമ്പടി നമ്മൾ പരിയാരം റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വയലാണിത്, വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, എൻ്റെ ഇഷ്ടപ്പെട്ട മുട്ടായി മിൽക്കി ബാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു ₹1. പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തിന്നുകൊണ്ട് മെല്ലെ നടന്നു. എൻ്റെ കൂടെ എൻ്റെ അമ്മായി ഉണ്ടായിരുന്നു, റോള്. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ കൂടി അവരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ബോറടിച്ചില്ല. പിന്നെ നമ്മൾ വീട്ടിൻ്റെ കുറച്ചും കൂടി ഇങ്ങോട്ടെത്തിയപ്പോൾ ഒരു കടയും കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സാധനം വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ആ സാധനമൊക്കെ വാങ്ങി, അങ്ങനെ കുറച്ച് മുട്ടായൊക്കെ അവിടെ നിന്നും വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ ഞാൻ അതിനുശേഷം കുറേ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേ. അപ്പോൾ ഞാൻ നോർമലി ഒന്നും പൂവൊന്നുമില്ലാത്തൊരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു. അതിൽ പൂവുണ്ടായിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അത് അങ്ങനെ ഇടായിരുന്നു ഇവർ ചെയ്യുക. അപ്പം ഞാൻ കുറേ ഇങ്ങനത്തെ കുഞ്ഞു ക്ലിപ്പിൻ്റെ ഒക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഓരോ സമയത്ത് ഓരോ തോന്നലാണ്. ഈ ഒരു 2 ഹെയർ ബാൻഡ്, ഈ 2 പൂവും, പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു 2 ഹെയർ ബാൻഡാണ് ഇത്. ഇതാണ്ട് റോസ് ആൻഡ് ചുവപ്പ് കളർ, 2 കളറാണ്. അപ്പോൾ ആ റോസിൽ ആ 2 പൂവ് വെച്ച് കൊടുക്കുക, ചുവപ്പിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഗ്ലാസ് ഷീറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചത്, പക്ഷെ ഒന്നും ആക്കിയിട്ടില്ല. അതിനെ കൊണ്ട് എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ ഇയറിംഗ് ഒക്കെ ആക്കുന്ന കണ്ടില്ലേ, ഗ്ലാസ് ഷീറ്റ് മേലെ ഒട്ടിച്ചിട്ട്, അതുപോലെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒന്നും ആക്കിയിട്ടില്ല, വെറുതെ അങ്ങനെ എടുത്ത് വെച്ചു, തിരിച്ച് വെച്ചു, അങ്ങനെ ചെയ്തേ. അപ്പോൾ നമ്മളങ്ങനെ റോസ് ഹെയർ ബാൻഡ് മേലെ 2 ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ 2 ക്ലിപ്പ്, ഈ ക്ലിപ്പും മേലെ അപ്പുറത്തും ഇപ്പുറത്തും പൂവാണിത്. ചെറിയ എന്താ പറയുക, കുട്ടികളെ കുത്തി കൊടുക്കുന്ന ക്ലിപ്പുണ്ടല്ലോ, അതുമേലാണ്. അപ്പോൾ നമ്മളത് 2 ഒട്ടിച്ചിട്ടുണ്ട്. 2 ഒട്ടിച്ചിട്ട് അടിപൊളിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ക്യൂട്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളെ ലൈറ്റൊക്കെ കുറവാണ്, അതുകൊണ്ട് ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ഈ ഗ്ലൂ ഗണ്ണിൻ്റെ സൈഡിലോട്ടൊക്കെ ഉണ്ട് ഗ്ലൂ വരുന്നത്. ഇതെന്തിട്ടാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചെറുതായതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളങ്ങനെ 2 ഹെയർ ബാൻഡുമ്മലും അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. കണ്ട ഈമേൽ 2 സ്ട്രോബെറി, നടുക്കൊരു വൈറ്റ് സ്ട്രോബെറി, പിന്നെ ഒരു ക്രീം കളർ സ്ട്രോബെറിയും, പിന്നെ
പിന്നെ അപ്പുറത്തിപ്പുറത്തും റെഡ് കളർ സ്ട്രോബെറിയാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആയിഷുവിനായി സ്ട്രോബെറി ഇഷ്ടപ്പെട്ടെ. പിന്നെ അസിലിക്ക് മറ്റേതും കൊടുത്തു. പിന്നെ ആയിഷുവിനാണ് ഒരു വാശി ഉള്ളത്, എനിക്കത് വേണം ഇത് വേണം. അതുകൊണ്ട് പിന്നെ ഞാൻ ആ സ്ട്രോബെറി തന്നെ ആയിഷുവിന് കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ.